ഇന്നൊരു പനീർ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. കുരുമുളക്, ഏലയ്ക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, ഉണക്കമുളക് ഇത്രയും എടുക്കുക. ജാതിപത്രി ഇല്ലായിരുന്നു കേട്ടോ. അരി നന്നായി കഴുകി വെള്ളം, ഉപ്പ്, 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നത് അരി കുഴഞ്ഞു പോകാതിരിക്കാനാണ്, എന്നിവ ചേർത്ത് വേവാൻ വയ്ക്കുക. ഞാൻ വറ്റിച്ചെടുക്കുകയല്ല, ഊറ്റിയെടുക്കുകയാണ്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല. വറ്റിച്ചെടുത്താൽ വല്ലാതെ കുഴഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ്. നീളത്തിൽ സവാള അരിഞ്ഞെടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുക, പച്ചമുളക്, തക്കാളി എന്നിവ അരിഞ്ഞ് മാറ്റി വയ്ക്കുക. 2 സ്പൂൺ എണ്ണയൊഴിച്ച് ആദ്യം അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് കോരി വയ്ക്കുക. അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞ കുറച്ച് ഉള്ളി കൂടി വറുത്ത് വയ്ക്കുക. ഇത് അവസാനം ഗാർണിഷ് ചെയ്യാനാണ്. ഉള്ളി നന്നായി വറുക്കേണ്ടവർക്ക് കുറച്ചുകൂടെ വറുക്കാം, ഞാൻ അത്രയും വറുത്തിട്ടില്ല. പനീർ ക്യൂബ്സ് കൂടി വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ബിരിയാണി ആയതുകൊണ്ടാണ് നമ്മൾ വറുത്ത് കോരി വയ്ക്കുന്നത്. കറിയാണെങ്കിൽ നേരിട്ട് ചേർക്കാം. ഇനി ബാക്കിയുള്ള എണ്ണയിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് എല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് കുരുമുളകൊക്കെ പൊട്ടുമ്പോഴേക്കും സവാള നന്നായി വഴറ്റി ഇഞ്ചി പച്ചമുളക് ചേർത്ത് ഒന്നുകൂടി വഴറ്റി, വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് വഴറ്റി നന്നായി വഴറ്റി കഴിഞ്ഞിട്ട് മാത്രം തക്കാളി ചേർക്കുക. തക്കാളി ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സവാള വഴറ്റാനും കുറച്ച് സമയമെടുക്കും. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവ ഓരോന്നും വഴറ്റി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, മസാലപ്പൊടി, നമ്മളെടുത്ത ക്യൂബും അരിയും അനുസരിച്ചാണ് പൊടികൾ ചേർക്കേണ്ടത്, എന്നിവ എല്ലാം ചേർത്ത് വഴറ്റി പച്ചമണം മാറിക്കഴിയുമ്പോൾ പനീർ ക്യൂബ്സ് ചേർത്ത് വീണ്ടും വഴറ്റുക. അത് കഴിഞ്ഞ് നേരത്തെ വേവിച്ച് വാർത്ത് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് ഇളക്കി 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത്, നമുക്ക് വേണമെങ്കിൽ നെയ്യിലും ഇതെല്ലാം ചെയ്യാം ആദ്യം മുതലേ, പക്ഷെ ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തേക്കുന്നത്. നെയ്യ് അവസാനം 1 സ്പൂൺ ചേർത്തേക്കാണ്. ഒരു 3 മിനിറ്റ് നെയ്യ് കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് ആവി കയറ്റണം. അത് കഴിഞ്ഞ് തുറന്ന് നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത ഉള്ളി ഇതെല്ലാം വിതറിയെടുത്താൽ രുചികരമായ പനീർ ബിരിയാണി തയ്യാർ. തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ.